3 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ച സംഭവത്തിൽ കോട്ടക്കൽ നഗരസഭയ്ക്ക് മുന്നിൽ സത്യഗ്രഹം ഇരിക്കുകയാണ് കുട്ടിയുടെ പിതാവ്. നീതി നിഷേധിച്ചെന്ന് ആരോപിച്ചാണ് പിതാവ് സ്വാലിഹിന്റെ സൂചനാ സത്യഗ്രഹം. ഹാഷ്മി, സ്മിത, കഴിഞ്ഞ 17-നായിരുന്നു ഇത്തരത്തിലൊരു അക്രമം നടന്നത്. വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 3 വയസ്സുകാരി കുട്ടി. കോട്ടക്കൽ പണിക്കർക്കുണ്ടിന് അടുത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ആ കുട്ടിയുടെ മാതാവ് അമ്മ ഓടി വന്നതിന് ശേഷം മാത്രമാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചത്. കുട്ടിയുടെ ശരീരത്തിൽ 10ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. തലയുടെ പിൻഭാഗത്തും കൈക്കുമൊക്കെ മുറിവ് പറ്റി. അതിന്റെ ഭാഗമായിട്ട് കുട്ടിയുടെ പിതാവ് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി കോട്ടക്കൽ നഗരസഭാ കാര്യാലയത്തിൽ നേരിട്ടെത്തി സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയിൽ ഒരു ABC സെന്റർ ഇല്ല എന്നുള്ളതാണ്. കേരളത്തിലാകെ 17 കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ അത്തരത്തിലൊരു കേന്ദ്രങ്ങൾ ഇല്ല. അടിക്കടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് പ്രതിഷേധവുമായിട്ട് ആ 3 വയസ്സുകാരി കുട്ടിയുടെ പിതാവ് സ്വാലിഹ് രംഗത്തെത്തിയത്. നേരത്തെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അതിൽ നടപടി ഉണ്ടായില്ല. പിന്നീടാണ് ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന്, നഗരസഭയിലെ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ സമീപ ദിവസങ്ങളിൽ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസും ഞാനിതിൻ്റെ പിറകിൽ തന്നെ ആയിരുന്നു ഇത്രയും ദിവസങ്ങളിൽ. മാത്രമല്ല, വീഡിയോ എടുക്കാത്ത ഒരു പ്രധാന സാഹചര്യം, ഈ കോട്ടക്കൽ പരിസരത്ത് സൂപ്പി ബസാറിലെ ഒരു വീട്ടിൽ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിലെ കോണിപ്പടിക്ക് ഉള്ളിൽ ആ വീട്ടുകാർ പോലും അറിയാതെ നായ കയറി ഇരിക്കേണ്ട സാഹചര്യം. ആ നായ മേത്തൊക്കെ ആകെ മുറികൾ, തമ്മിൽ ആക്രമിച്ചിട്ടുള്ള മുറികൾ. ഇവിടെ കാണുന്ന അധിക നായ്ക്കളുടെയും മേത്ത് മുറികളുണ്ട്, തമ്മിൽ ആക്രമിച്ചിട്ട്. അക്രമകാരികളായ തെരുവുനായകളാണുള്ളത്. അക്രമകാരികളല്ലാത്ത തെരുവുനായകളെ ഉണ്ടാവും. അതിൽ അക്രമകാരികളായ തെരുവുനായകളെ ഉന്മൂലനം ചെയ്യണം. നഗരസഭാ അധികാരികൾ എന്താണ് പറയുന്നത്? നഗരസഭാ അധികാരികൾ, സെക്രട്ടറിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ദിവസമായിട്ടും സെക്രട്ടറി എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ഭരണസമിതി ചെയർപേഴ്സണ് പരാതി കിട്ടിയ ഉടനെ എൻ്റെ വീട്ടിൽ വരികയും വീട്ടിൽ എൻ്റെ കുട്ടിയെ ആശ്വസിപ്പിക്കുകയും കുട്ടിക്ക് സമ്മാനം നൽകുകയൊക്കെ ചെയ്തു. അത് കുട്ടിക്ക് വലിയ ആശ്വാസമായിട്ടൊക്കെ ഉണ്ട്. എന്നോട് ചികിത്സാ സഹായം അനുവദിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ചികിത്സാ സഹായം എനിക്ക് വേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിനെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കല്ല. നേരെ മറിച്ച് എനിക്ക് കോമ്പൻസേഷനാണ് വേണ്ടത്. കോമ്പൻസേഷനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ കോമ്പൻസേഷൻ നൽകുന്നത് വരെ ഞാൻ ഈ പോരാട്ടത്തിലുണ്ടാകും.